ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ടിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ ലെക്ചർ ക്ലാസ് സെക്കൻഡാണ്. അപ്പോൾ അതിൽ ഒരു കണ്ടിന്യൂവേഷനാണ്. അപ്പം ഇതിൻ്റെ ഫർദർ വീഡിയോ, ഇതിൻ്റെ റിമൈനിങ് ആക്റ്റുകൾ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം 1773 റെഗുലേറ്റിംഗ് ആക്ട് 1781 ചില കാരണങ്ങളാൽ ഭേദഗതി വരുത്തി. എന്തുകൊണ്ടാണ് ഭേദഗതി വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ആ ഒരു 1773 ആക്ടിലെ കുറച്ച് അപാകതകൾ അല്ലെങ്കിൽ ഗ്രീവിയൻസസ് ഉണ്ടായിരുന്നു. ആ ഗ്രീവിയൻസസ് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അമെൻഡ് ചെയ്തിട്ടുള്ള ഈ ആക്ട് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. 1773 ആക്ട് 1781 ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആക്ടിനെ പ്രധാനമായിട്ടും, ഈ ഒരു 1773 ആക്ടിന് പ്രധാനമായിട്ടും മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു, ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്ന് ഉള്ളതാണ് അതിൻ്റെ മറ്റൊരു പേര് എന്ന് പറയുക. ഇതൊരു ഓൺവേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്നും അറിയപ്പെട്ടിരുന്നു ഈ ഒരു ആക്ട്. ഇത് പ്രധാനമായിട്ട് UPSC PSC പഠനങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിവേ ഈ ഒരു ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ 1784 അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ ഗവർണർ ജനറലിന് അധികാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി? പ്രൊവിൻഷ്യൽ കോർട്ടിലും കൗൺസിലുകളിലും ചില റെഗുലേഷൻസ് അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവർണർ ജനറലിന് പൂർണ്ണ അധികാരം കൊടുക്കുന്ന ഒരു ആക്റ്റാണ് ഈ ഒരു ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് അഥവാ ഈ ഒരു അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, നേരത്തെ തന്നെ അറിയാം, ഈ ഒരു കൗൺസിലിൽ 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്നാണ് അതിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം 4 അംഗങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ഫ്ലോ ചാർട്ടാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഈ ഒരു റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഈ ഒരു സുപ്രീം കോർട്ടിൻ്റെ അധികാര പരിധിയിൽ നിന്ന് എടുത്തു മാറ്റിയ ഒരു നിയമം കൂടിയാണ് ഈ ഒരു ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്ന്. അതിനർത്ഥം സുപ്രീം കോർട്ടിന് റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ അല്ലെങ്കിൽ റവന്യൂ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളിലും ഇടപെടാനുള്ള അധികാരം ഇല്ല. അതുപോലെ തന്നെ ഗവർണറിനെയും കൗൺസിലിനെയും സംബന്ധിച്ചുള്ള എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചിരുന്നത് നേരത്തെ സുപ്രീം കോർട്ടായിരുന്നു. അപ്പം ആ ഒരു അധികാരം നിലവിൽ നിന്ന് എടുത്തു മാറ്റി. ആ സുപ്രീം കോർട്ടിന് അധികാര പരിധിയിൽ നിന്നും ഈ ഒരു ഗവർണറിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അധികാരവും എടുത്തു മാറ്റി. അപ്പോൾ അതൊരു ഒരു കാര്യമാണ്, ഒരു ചേഞ്ചാണ്. ഈ ഒരു അമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ചേഞ്ചാണെന്ന് ഓർക്കുക. അപ്പം ഇത് എന്ന് പറയുന്നത് നമുക്കറിയാം, ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 1773 ആക്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചേഞ്ച് വരുത്തുന്നതിലൂടെ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മിസ്റ്റേക്സൊക്കെ തിരുത്തി. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തത് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടും പിറ്റ്സ് ഇന്ത്യ ആക്ട് പറ്റി പറയുമ്പോൾ അത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് വില്യം പിറ്റ് ആരായിരുന്നു? വില്യം പിറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റാണ് ആദ്യമായി ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ട്, അതായത് ഈ ഒരു 1784 നിയമം കൊണ്ടുവരുന്നത് വില്യം പിറ്റാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ക്ലിയർ കട്ടായ ആൻസറുണ്ട്. റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ ചില മിസ്റ്റേക്കുകൾ, ചില തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വേണ്ടിയിട്ടും അതുപോലെ തന്നെ അന്നത്തെ ഗവർണൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റ് ഈ ഒരു പിറ്റ്സ് ഇന്ത്യ ആക്ട് നിലവിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, ഈ ഒരു ബ്രിട്ടീഷ് രാജാവിൻ്റെ പാർലമെൻറ്റിൻ്റെ കീഴിലാണ് എല്ലാ അധികാരങ്ങളും, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ അധികാരങ്ങളും വരുന്നത് ബ്രിട്ടീഷ് രാജാവിനും പാർലമെൻറ്റിനുമാണെന്ന് ഒരു പുതിയൊരു നിയമം അല്ലെങ്കിൽ ഒരു പുതിയൊരു വ്യവസ്ഥ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഈ വ്യവസ്ഥയിൽ അർത്ഥമാക്കുന്നത് എന്താണ് അതിൻ്റെ മോട്ടോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ,
അവിടെ അവർക്കൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു അതോറിറ്റി വേണം, അതായത് കേന്ദ്രീകൃത ഭരണം വേണം. പിന്നെ ഒരു ഓട്ടോണമസ് ആയിരിക്കണം, അതായത് വേറെ ആരും ഭരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആരുമായിട്ടും കൺസൾട്ടേഷൻ നടത്താൻ പാടില്ല. ഏതൊരു കാര്യമായാലും ആരുമായിട്ടും കൺസൾട്ട് ചെയ്യാതെ സ്വയമായിട്ട് അധികാരം എടുത്ത് ഒരു ആളുകളെ ഭരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് അവർ വന്നത്. പിന്നെ ഒരു അതോറിറ്റേറിയൻ ആയിട്ടുള്ളൊരു നേച്ചറാണെന്ന് ഓർക്കുക. ഈ എടുത്തേക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ചില മിസ്റ്റേക്കുകൾ വരുന്നത്. മിസ്റ്റേക്കിൽ നിന്നാണല്ലോ പഠിക്കുന്നത്, അപ്പോൾ അങ്ങനെയാണ് ഓരോന്ന് പഠിക്കുന്നത്, ക്ഷമിക്കാൻ. അപ്പോൾ വേറൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, ഗവർണറിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഗവർണറിൻ്റെ കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ 1773 ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ആയിരുന്നു. അപ്പം ആ അംഗങ്ങളുടെ എണ്ണം ഇപ്പോൾ 3 ചുരുക്കപ്പെട്ടു. അതായത് പിറ്റ്സ് ഇന്ത്യ ആക്റ്റിൽ 3 ചുരുക്കപ്പെട്ടു. ഇനിഷ്യലി അത് 4 ആയിരുന്നു, ഇപ്പോൾ 3. ഓക്കെ. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാവുകയാണ്. അതിൽ വാണിജ്യവും പൊളിറ്റിക്കൽ അഫയേഴ്സും തമ്മിലൊരു ഡിവിഷൻ ഉണ്ടാവുകയാണ്. അതായത് വാണിജ്യവും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടാകുകയാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ കൊമേഴ്സും പൊളിറ്റിക്കൽ അഫയേഴ്സും എന്നൊരു പ്രത്യേക തരത്തിലുള്ള ഡിവിഷൻസ് വരികയാണ്. അപ്പം ഈ ഒരു ഡിവിഷൻസ് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് മനസ്സിലാക്കാം, രണ്ട് കാര്യങ്ങൾക്കും 2 ഡിപ്പാർട്ട്മെൻറ്റ് വരും. സ്വാഭാവികമായിട്ടും 2 ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് ആയാലും അതിൻ്റെ ഫങ്ഷനിങ് ആയാലും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു പ്രത്യേക ഗവർണൻസ് സിസ്റ്റം ആയിരിക്കും കാണാൻ സാധിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യം. നമുക്കറിയാം, കൊമേഴ്സിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകൃതമാകുകയാണ്. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പേരാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകൃതമാവുകയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകൃതമാവുകയും ചെയ്യുകയാണ്. അപ്പോൾ 2 പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ വരെയാണ് കൊമേഴ്സ്, വാണിജ്യം കൈകാര്യം ചെയ്യാനും പൊളിറ്റിക്കൽ അഫയേഴ്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ രാജാവ് 6 കമ്മീഷണേഴ്സിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 6 കമ്മീഷണേഴ്സിനെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ നാമനിർദ്ദേശം ചെയ്ത 6 കമ്മീഷണേഴ്സ്, അതായത് ഇംഗ്ലണ്ടിലെ രാജാവ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള 6 കമ്മീഷണർ ആണ് ബോർഡ് ഓഫ് കൺട്രോളിലെ അംഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി. അതൊരു എക്സ്ട്രീം അതോറിറ്റി അല്ലെങ്കിൽ ഒരു സുപ്രീം ആയിട്ടുള്ള ഒരു അതോറിറ്റി കൊണ്ടുവരിക എന്ന പ്രഥമമായിട്ടുള്ള ഒരു കൂടെയാണ് ഈ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ രൂപീകൃതമാകുന്നത്. അപ്പോൾ അത് ഓർക്കുക, അവിടെ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഗവർണൻസ് സിസ്റ്റമാണ് അവരെല്ലാവരും എയിം ചെയ്യുന്നത്. അവരുടെ മോട്ടോ എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ആക്കുക എന്നുള്ളതാണ്. അപ്പം അത് പ്രധാനമായിട്ടും ഓർക്കുക. അപ്പോൾ പിന്നെ ഒരു കാര്യം തന്നെ, ഒരു ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡുവൽ ഗവൺമെൻറ് സിസ്റ്റം അവിടെ രൂപീകൃതമാകുകയാണ്. ഡുവൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഡബിൾ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ 2 ഗവൺമെൻറ് സിസ്റ്റം കാണും. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ അന്ന് ഉണ്ടായിരുന്നത് 2 തരംതിരിച്ചിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോൾ എന്ന്. അപ്പോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും, ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ അഫയേഴ്സും. ഇപ്പോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളും ബോർഡ് ഓഫ് കൺട്രോൾ പൊളിറ്റിക്കലും മിലിറ്ററി റിലേറ്റഡ് കാര്യങ്ങളും അവർ കൈകാര്യം ചെയ്തു. മൊത്തത്തിൽ ബോർഡ് ഓഫ് കൺട്രോളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരു പ്രധാനമായിട്ടുള്ള എല്ലാ ഒരു എക്സ്ട്രീം അതോറിറ്റി എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് കൺട്രോൾ എന്നിരുന്നാലും 2 തരംതിരിച്ചു. നമുക്കറിയാം, ഇന്ത്യയിൽ 2 ഡുവൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണുള്ളത്, രാജ്യസഭയും ലോക്സഭയും. പാർലമെൻറ്റിലെ 2 ഹൗസസാണ് അറിയാമല്ലോ നമുക്ക്. അപ്പോൾ ഇന്ത്യയിലും ഒരു ഡബിൾ ഗവൺമെൻറ് സിസ്റ്റമാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പണ്ടത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ആ ഒരു സിസ്റ്റം ഒന്ന് തുടക്കം കുറിച്ചത്. അതിനുശേഷം അത് ഇന്ത്യയിൽ ഇന്നും പോയി വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആ സിസ്റ്റം ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് അല്ലെങ്കിൽ ലെക്ചർ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. UPSC അല്ലെങ്കിൽ PSC നോക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബാക്കി ആക്ടുകളെ പറ്റി വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.